ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, നമുക്കറിയാം നമ്മളിൽ പലരും വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് CA ഫൗണ്ടേഷൻ ജൂൺ 2024 നടന്ന എക്സാമിൻ്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യപ്പെട്ടത്. അതിൽ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മുൻ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാസ് പെർസെൻറ്റേജ് വളരെയധികം താഴേക്ക് വന്നിരിക്കുകയാണ്. ഡിസംബർ 2023 എക്സാമിൽ 1,37,000 പേർ എഴുതിയതിൽ നിന്നും 41,000 പേർ പാസ്സായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ എക്സാം എഴുതിയിട്ടുള്ള 92,000 പേരിൽ വളരെ ചുരുങ്ങിയ 13,000-ഓളം കുട്ടികൾ മാത്രമാണ് ഇത്തവണ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. അതായത് 30% എന്ന പാസ് പെർസെൻറ്റേജിൽ നിന്നും 15%-ത്തിലേക്കാണ് റിസൾട്ടുകൾ കുറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളോടൊപ്പം തന്നെ പാരൻസിനോടും കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ. സോ നമുക്ക് നോക്കാം ഏതൊക്കെ കുട്ടികളാണ് ജൂൺ 2024 എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് +2 കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ ബാച്ചിന് ശേഷം വളരെ ചുരുങ്ങിയ, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ റെഗുലർ ബാച്ച് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണ്. അവർ ഏകദേശം ഒരു 8 മാസത്തോളം പഠനത്തിന് ശേഷമാണ് എക്സാം എഴുതിയത്. എന്നാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാം. അവർ കൊമേഴ്സിലേക്ക് ഒന്ന് അലൈൻ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതോടൊപ്പം രണ്ടാമതായിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികളാണ്. അവരുടെ റിസൾട്ടുകൾ വന്നത് ഫെബ്രുവരിയിലായിരുന്നു, അവരുടെ എക്സാം വന്നത് ജൂണിലായിരുന്നു. എന്നാൽ സാധാരണ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു പുതിയ സിലബസിലേക്ക് മാറുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് സിലബസിലുള്ള കുട്ടികൾക്ക് 1, 2, 3 അറ്റംപ്റ്റുകൾ എക്സിസ്റ്റിംഗ് സ്കീമിൽ തന്നെ എഴുതാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഓൾഡ് സിലബസ് എഴുതിയ കുട്ടികൾക്ക് പുതിയ സ്കീമിലേക്ക് ഡയറക്റ്റ് മാറാനും പുതിയ സിലബസിൽ തന്നെ എക്സാം എഴുതാനുമാണ് ICAI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ റിസൾട്ട് വന്നപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികൾക്ക് പുതിയ സിലബസ് പഠിക്കാനും ആ എക്സാം എഴുതാനും വേണ്ടി വെറും 3 മാസം സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് റിസൾട്ടുകൾ ഇത്ര കുറഞ്ഞത് ഒരിക്കലും കുട്ടികളുടെ കഴിവുകേട് കൊണ്ടോ അവർ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടോ മാത്രമായിരുന്നില്ല. അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയ വളരെ ചുരുങ്ങിയ സമയം എന്നതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയത്. മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അഥവാ ICAI നടത്തുന്ന ഒരു സ്റ്റാൻഡേർഡ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എക്സാമാണ്. ആദ്യമായിട്ടാണ് ന്യൂ സിലബസിൻ്റെ അണ്ടറിൽ ഈ ഒരു എക്സാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും ഓൾ ഇന്ത്യ ലെവലിലുള്ള കുട്ടികളെ അസസ് ചെയ്യാനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു പബ്ലിക് എക്സാം മാത്രമാണ്. ആദ്യമായി നടന്ന ഒരു എക്സാമിൽ കുട്ടികളുടെ ലെവൽ മനസ്സിലാക്കാനുള്ള ഒരു സമയം ICAIക്കും കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. കാരണം കൂടുതൽ കുട്ടികളും നേരിട്ട് എക്സാം ഹാളിൽ വന്ന് എക്സാം എഴുതുന്നു. അതിൻ്റെ റിസൾട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ICAIക്ക് പോലും കുട്ടികളെ എത്രത്തോളം ടെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ടഫാണ് ക്വസ്റ്റ്യൻസ് എന്ന് അസസ് ചെയ്യാൻ പോലുമുള്ള സമയമുണ്ടായിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു കുറഞ്ഞ റിസൾട്ടിലേക്ക് നയിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, റിസൾട്ടുകൾ കുറഞ്ഞതിന് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, നമുക്കറിയാം ICAIയുടെ ഒരു പുതിയ പോളിസി പ്രകാരം എൻട്രി ലെവൽ കുറച്ച് ടഫാക്കുകയും എക്സിറ്റ് ലെവൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് എൻട്രി ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റും വളരെയധികം കോമ്പറ്റീറ്റീവ് ആവണമെന്നും അവർ അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് അത്രയും ക്വാളിറ്റി ഉണ്ടാവണമെന്നത് ഒബ്വിയസ്ലി ICAI ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂടി ഒരു റിഫ്ലക്ഷനാണ് ഒരു എക്സാമിനുണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണും അതോടൊപ്പം വന്നിട്ടുള്ള റിസൾട്ടുകളും. മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, മുൻ വർഷങ്ങളിലായിട്ട് 2 തവണകളായിട്ട് നടന്നിട്ടുള്ള എക്സാം ഇനി മുതൽ അങ്ങോട്ട് 3 തവണകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ എക്സാംസും ക്ലിയർ ചെയ്ത് വരുന്ന കുട്ടികളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്സാം വിൻഡോ എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസ് ഒന്നുകിൽ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ അവരുടെ അറ്റംപ്റ്റ് സെപ്റ്റംബറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ 1, 2 എക്സാംസ് എഴുതിയതിന് ശേഷം ബാക്കിയുള്ള എക്സാം സ്കിപ്പ് ചെയ്യുകയും അടുത്ത സെപ്റ്റംബറിലേക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ റിസൾട്ടുകൾ കുറയാനുള്ള ഒരു കാരണമായിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് എല്ലാ പാരൻസിനോടും പറയാനുള്ളത്, ഒരിക്കലും ഈ ഒരു കുറഞ്ഞ റിസൾട്ടുകൾ വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പ്രിപ്പറേഷൻസിനെ അസസ് ചെയ്യാനോ ഇനി അങ്ങോട്ടേക്കുള്ള അവരുടെ പ്രിപ്പറേഷൻസിനെ ജഡ്ജ് ചെയ്യാനോ ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ പാടില്ല. നമ്മൾ ഈ ഒരു ജേണിയിൽ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മളില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റാരുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ സ്വന്തം കുട്ടികളോടാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ്. ഒന്നുകിൽ കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്ത് ഇനി വരാനിരിക്കുന്ന നിങ്ങളുടെ സമയം കൂടി വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ
ഇനി വരാനിരിക്കുന്ന സെപ്റ്റംബർ എക്സാമിലേക്ക് നിങ്ങളുടെ മുന്നിലുള്ളത് വളരെ ചുരുങ്ങിയ 45 ഡേയ്സ് മാത്രമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു എക്സാമിന് ശേഷം, റിസൾട്ടിന് ശേഷം വളരെ ചുരുങ്ങിയ 45 ഡേയ്സ് കൊണ്ട് അടുത്ത എക്സാം നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി ഇട്ടിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി അറ്റംപ്റ്റ് ആക്കി സെപ്റ്റംബർ എക്സാമിനെ മാറ്റാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സെപ്റ്റംബർ എക്സാം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം പേഴ്സണലി ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്ത് തീരുമോ, ഇനി ബെറ്റർ ജനുവരി എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എക്സ്ട്രീം പ്രിപ്പറേഷൻസിലാണ് നിങ്ങൾ കഴിഞ്ഞ എക്സാം എഴുതിയത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പല ക്വസ്റ്റ്യൻസും കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ടുള്ള എക്സാമിൽ നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിൽ ഫെയിൽ ആവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വരാനിരിക്കുന്ന സെപ്റ്റംബർ എക്സാം നിങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂൺ എക്സാമിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ മിസ്റ്റേക്സും മാക്സിമം നിങ്ങൾ റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങളിൽ പലരും മോക്ക് എക്സാമുകളോ മോഡൽ എക്സാമുകളോ എഴുതാത്തവരാണ്. സോ ഇനി വരാനിരിക്കുന്ന എക്സാമിന് മുന്നേ ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും മോക്ക് അല്ലെങ്കിൽ മോഡൽ എക്സാംസ് എഴുതുകയും ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ സെപ്റ്റംബർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ICAI സജസ്റ്റ് ചെയ്യുന്ന മാർക്ക് വെയിറ്റേജ്, പ്രത്യേകിച്ച് ലോ പോലുള്ള പേപ്പറുകളിൽ ICAI സജസ്റ്റ് ചെയ്യുന്ന അതേ വെയിറ്റേജിലും അതേ പാറ്റേണിലുമാണ് കഴിഞ്ഞ തവണ ന്യൂ സ്കീമിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്ന അറ്റംപ്റ്റുകളിലും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ICAI സജസ്റ്റ് ചെയ്യുന്ന വെയിറ്റേജ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കണം. കൂടാതെ റൈറ്റിംഗ് പ്രാക്ടീസും ക്വസ്റ്റ്യൻ ആൻസർ പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സ്, എക്കണോമിക്സ് പോലുള്ള പേപ്പേഴ്സിന് കൂടുതൽ MCQs വർക്കൗട്ട് ചെയ്യുക. ലോ, അക്കൗണ്ട്സ് പോലുള്ള പേപ്പേഴ്സിലും കൂടുതൽ തിയററ്റിക്കലായിട്ടുള്ളതും പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൺസെപ്റ്റും എക്സാം പേപ്പർ പ്രസൻറ്റേഷനിലും നല്ല ഗ്രിപ്പ് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഈ ഒരു പ്രിപ്പറേഷനിൽ പല കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു എൻറ്റയർ പേപ്പർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നത്. എന്നാൽ അതിന് പകരം ചെറിയ ചെറിയ യൂണിറ്റ്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ യൂണിറ്റും വളരെയധികം നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ നിങ്ങളെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഇൻ്റർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ, കമ്പയർ ചെയ്യാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അവരെക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവാം. ലക്ക് അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന ഫാക്ടർ കൊണ്ട് മാത്രം നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയതായിരിക്കാം. അടുത്ത തവണ നിങ്ങൾ കൂടുതൽ എഫേർട്ടിലൂടെ ആ ഒരു ഫാക്ടർ കൂടി നിങ്ങൾക്ക് ഫേവറബിൾ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ എഴുതിയിട്ടുള്ള ഒരു എക്സാം ഇപ്പം ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയവരാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്ലിയർ ആയവരും ഒരിക്കലും അവരുടെ എക്സാംസ് കഴിയുന്നില്ല. ഇനി അങ്ങോട്ട് അവരെ സംബന്ധിച്ചിടത്തോളം പല എക്സാമുകളും വരാനുണ്ട്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്ന എക്സാമിൽ ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന എക്സാമിനെ വളരെയധികം ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടുക. ഈ ഒരു യാത്രയിൽ, ഈ ഒരു 40 ഡേയ്സ് നീളുന്ന നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ Xylem നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. സോ നെവർ ലൂസ് ഹോപ്പ്, നെവർ ഗെറ്റ് സ്റ്റക്ക്, put in more efforts and become the winners of tomorrow. Good luck.